Hi dears, I am your Divya Sajid from Divu's Happiness Hub. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എൻ്റെ നല്ല പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തെന്നല്ലേ, കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുട്ടികളുടെ കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. അപ്പോൾ നല്ല പാരൻസ് ആവാൻ വേണ്ടി നിങ്ങളെല്ലാം ആ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല പാരൻ്റ് ആകാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ ഞാനൊരു കുഞ്ഞൊരു കഥയല്ല, വായിച്ചൊരു സംഭവം പറഞ്ഞുതരാം. ഒരു ഒരു വിദേശിയായ ഒരാൾ, അയാൾക്ക് ഈ മുതലകളോടൊപ്പം നീന്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും വേറെ ഒരു ഇഷ്ടമില്ല, മുതലയെ തന്നെ കിട്ടിയെന്നാണല്ലേ. അപ്പോൾ അത് വളരെ സത്യമായ കാര്യമാണ്. മുതലയുടെ മാനസികാവസ്ഥ അദ്ദേഹം ആദ്യം 2-3 ദിവസം വാച്ച് ചെയ്തു മനസ്സിലാക്കി. പിന്നെ പതിയെ പതിയെ അദ്ദേഹം മുതലയോടൊപ്പം നീന്താൻ തുടങ്ങിയപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അതുപോലെ ഈ മുതലയുടെ വായ്ക്കകത്തിരിക്കുന്ന ബാലൻസ് ഭക്ഷണം കൊത്തി കഴിക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോഴും നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അയ്യോ, ഈ മുതല അടയ്ക്കുകയാണെങ്കിൽ ഈ കിളികളൊക്കെ ചത്തുപോകില്ലേ, കിളികളുടെ ജീവൻ ആപത്തിലാണല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല, സാധാരണ പ്രോഗ്രാംഡ് ആയിട്ടുള്ള പാരൻസ് ഒക്കെ ചിന്തിക്കും. അപ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവർ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി, അവർക്ക് പരസ്പരം ആ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥയും നമ്മൾ അറിയണം. ഇപ്പോൾ ഒരു ദിവസം കുട്ടി സ്കൂളിൽ നിന്ന് ലേറ്റായി വന്നു. അപ്പോൾ നമ്മൾ കുട്ടിയോട് ചോദിക്കണം, എന്താ ഇന്ന് ലേറ്റായത്? അപ്പോൾ കുട്ടി പറയാണ്, കുട്ടിക്ക് കള്ളം പറയാൻ അറിയില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം നിന്ന് ഒരുപാട് കളിച്ചു അമ്മേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ആസ് എ നോർമൽ പാരൻറ്റ്, ഒരു സാധാരണ പാരൻ്റ് എന്ന രീതിയിൽ നമ്മൾ വഴക്കുണ്ടാക്കും. കളിച്ച് നടന്നല്ലേ, പഠിക്കാനുള്ള സമയം കളിച്ച് നടന്നുള്ള സമയം മുഴുവൻ കളഞ്ഞു, പഠിക്കാതെ ഇങ്ങനെയാണോ? വീട്ടിൽ എന്നും വരേണ്ട സമയത്ത് വരണ്ടേ? വന്നില്ലെങ്കിൽ ഞാൻ വിഷമിക്കില്ലേ? ടെൻഷൻ ആക്കരുത്, അല്ലെങ്കിൽ തന്നെ 100 ടെൻഷൻ, അതിൻ്റെ കൂടി ഇതും കൂടെ തന്നോ എന്ന് നമ്മൾ കുട്ടിയെ വഴക്ക് പറയും. കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടി വീണ്ടും ലേറ്റ് ആകുമ്പോൾ നമ്മൾ കുട്ടിയോട് ചോദിക്കും, എന്ത് പറ്റി? അപ്പോൾ കുട്ടിക്ക് നേരത്തെ ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ട്. അപ്പോൾ കുട്ടി എന്ത് പറയും? ഇന്ന് സ്കൂളിൽ എക്സ്ട്രാ ക്ലാസ് ആയിരുന്നു അമ്മേ, അപ്പം ഞാൻ സ്കൂളിൽ ഇരുന്ന് പഠിച്ചു. നമുക്ക് സന്തോഷമായി, വി ആർ ഹാപ്പി. അപ്പോൾ നമ്മളെന്ത് പറയും? ആണോ മോനെ, വെരി ഗുഡ്, മക്കളോയെ കുളിച്ച് റെഡിയായിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കും, നല്ല സന്തോഷമായി. അപ്പോൾ അവിടെ കുട്ടിയെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചു കൊടുത്തത് ആരാണ്? നമ്മൾ പാരൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ വികാരങ്ങളെ മനസ്സിലാക്കണം, കുട്ടികളുടെ ഭാവനയെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളൊന്നും അവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കരുത്. നമ്മളൊരു ഇരുട്ട് മുറിയിൽ കയറി നിന്ന് അവിടെ ചിലപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടാവും, അതിലൊക്കെ തട്ടി നമ്മൾ വീഴും. അപ്പോൾ അവിടെ നമ്മൾ പരാതി പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ ഒക്കെ വല്ല കാര്യമുണ്ടോ? അവിടെ ഇരുട്ടായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ വഴക്ക് പറയാനോ അടിക്കാനോ ഒന്നും കാര്യമില്ല, ഒരു കാര്യവുമില്ല. അതെങ്ങനെയാണ്? നമ്മുടെ മരങ്ങളിലൊക്കെ സീസൺ അല്ലെങ്കിൽ ആ സമയത്ത് ഓരോ ഫ്രൂട്ട്സ് വന്നു പോകും പോലെ ആയിരിക്കും. അത് തുടർച്ചയായിട്ട് ആ മരം പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ കുട്ടികളും അവർ നോർമൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ കുട്ടികളെ നല്ല മോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ദിവസം ഇതൊരു കഥയാണ് കേട്ടോ. ഒരു ദിവസം കുട്ടികൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്തു, അച്ഛനും അമ്മയും എന്താണ്, അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരസ്പരം ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, പിന്നെ ദൈവം അവർക്ക് കൊടുത്ത സമ്മാനമാണ് നമ്മൾ, അപ്പോൾ അവർ നമ്മളെ സ്നേഹിക്കും അല്ലേ. വേറൊരു കുട്ടി പറഞ്ഞു, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. വേറൊരു കുട്ടി പറഞ്ഞു, അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട കുട്ടികളെ കരച്ചു, അതെന്ത് പറ്റി അങ്ങനെ? അപ്പോൾ കുട്ടി പറഞ്ഞു, അവർ പറയാറില്ലേ നമ്മളോട് പഠിച്ച് മിടുക്കരായി ജോലി വാങ്ങണം, നിറയെ പൈസ സമ്പാദിക്കണം, വയസ്സാകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ നോക്കണം എന്നൊക്കെ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിരുന്ന കുട്ടി എന്ത് ചെയ്തു? ആലോചിച്ചു, ശരിയാണോ ഇവൻ പറഞ്ഞത്? നമ്മളെന്താണ് പാരൻസ് പൈസയ്ക്ക് വേണ്ടിയാണോ നമ്മളെ നോക്കുന്നത്? അവർക്ക് സ്നേഹമില്ലേ നമ്മളോട് എന്നിങ്ങനെ ആ കുട്ടി ചിന്തിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? വീട്ടിൽ ചെന്നിട്ട് പതിവ് പോലെ വീട്ടിൽ ചെന്നു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് രാവിലെ അവനെ വിളിച്ചുണർത്തി അമ്മ അവനോട് പറഞ്ഞു, എൻ്റെ നല്ല മോൻ മിടുക്കനല്ലേ, പഠിച്ച് വലിയ ഡോക്ടർ ആവണ്ടേ, കൈ നിറയെ പൈസ സമ്പാദിക്കണ്ടേ, നിറയെ പൈസ വേണ്ടേ, അച്ഛനും അമ്മയൊക്കെ വയസ്സാകുമ്പോൾ നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ അമ്മ നല്ല രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ കുട്ടി എന്ത് ചെയ്തു? അവൻ്റെ ആ ഇൻസ്റ്റൻറ്റ് പഴയ ഒരു ഇമോഷൻ അവൻ്റെ ഇരിക്കുകയാണല്ലേ, നമ്മളെ അപ്പം ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, പൈസയ്ക്ക് വേണ്ടിയാണ് അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു തോട്ട് അവൻ്റെ ഉള്ളിലുണ്ടല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? രാവിലെ റെഡിയായി വന്ന് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിച്ചിട്ട് അവനൊരു കുഞ്ഞു പേപ്പറിൽ അവിടെ എഴുതി വെച്ചു. എന്താണ് എഴുതി വെച്ചത്?
ഞാൻ ഇന്ന് അമ്മയെ സഹായിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് അമ്മയ്ക്ക് കടയിൽ നിന്ന് ഇന്ന സാധനം വാങ്ങിച്ചു, അതിന് എനിക്ക് ഇത്ര രൂപ വേണം, 20ഓ 10ഓ ഒക്കെ രൂപ എഴുതി. വീണ്ടും ഞാൻ ഇന്ന് അമ്മയ്ക്ക് ഇത് ചെയ്ത് തന്നു, അതിന് എമൗണ്ട്. അപ്പോൾ അവൻ ചെയ്ത ഓരോ കാര്യത്തിനും അവൻ എമൗണ്ട് എഴുതിയിട്ട് അവസാനം ടോട്ടൽ ചെയ്ത് ഒരു എമൗണ്ട് എഴുതി വെച്ചു. എനിക്ക് ഈ പൈസ അമ്മ തരണം എന്ന് എഴുതി വെച്ചു. ആസ് എ നോർമൽ പാരന്റ് ഒരമ്മ അത് കണ്ടാൽ എന്ത് ചെയ്യും? സാധാരണ രീതിയിലുള്ള ഒരു അമ്മയാണെങ്കിൽ കണ്ടുടനെ എന്നോട് കണക്ക് പറയുന്നോ, ഇത്രയും നാൾ പെറ്റ് വളർത്തി നോക്കി എന്നോട് കണക്ക് പറയുന്ന മകനോ എന്ന് പറഞ്ഞ് അമ്മ വഴക്കുണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം, അച്ഛനോട് പറയും. നമുക്ക് തന്നെ ആലോചിക്കാം, നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. ഓക്കെ. പക്ഷേ ഈ അമ്മ എന്നത് നല്ലൊരു അമ്മയായിരുന്നു കേട്ടോ. നമ്മുടെ പ്രോഗ്രാംസും വീഡിയോസൊക്കെ കാണുന്ന അമ്മയാണ്. അപ്പോൾ ആ അമ്മ എന്ത് ചെയ്തു? ഈ പേപ്പർ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ട് വൈകുന്നേരം മകൻ വന്നു, എന്നത്തെയും പോലെ മകനെ ട്രീറ്റ് ചെയ്തു, സ്വീകരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് പോകുന്ന സമയത്ത് നൈറ്റ് അമ്മയും ഒരു തുണ്ട് പേപ്പർ എഴുതി വെച്ചു. അത് മകൻ കാണാനിടയാവുകയും മകൻ അതെടുത്ത് വായിച്ചു. അപ്പോൾ അതിലെഴുതിയിരുന്നത്, ഞാൻ എൻ്റെ മകന് ഫുഡുണ്ടാക്കി. അമ്മ ഫുഡുണ്ടാക്കി കൊടുത്തു. അതിൻ്റെ നേരെ അമ്മ 0 rupees. ഞാൻ എൻ്റെ മകൻ്റെ തുണികൾ കഴുകിയിട്ടു, 0 rupees. ഞാൻ എൻ്റെ മകന് പഠിക്കാൻ സഹായിച്ചു. ഞാൻ എൻ്റെ മകനെ വലിയ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു. എല്ലാത്തിൻ്റെയും നേരെ അമ്മ 0 rupee ആണ് എഴുതിയത്. 0 എഴുതിയിട്ട് ടോട്ടൽ അമ്മ വലിയൊരു ബിഗ് 0 ഇട്ട് വെച്ചു. എൻ്റെ താഴെ അമ്മ എഴുതി വെച്ചു, ഇതിനെല്ലാം ഐ ലവ് യു മൈ ഡിയർ. ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നു. അത് വായിച്ച കുട്ടിയുടെ ഇമോഷൻ അപ്പം എന്തായിരിക്കും? അവന് എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. അവിടെ ആ അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഡീപ്പാണ്. അതെന്തുകൊണ്ടാണ്? വാക്കുകളേക്കാൾ പ്രവൃത്തിയാണ് ശക്തമാക്കിയത്. അപ്പോൾ നമ്മുടെ വാക്കുകളേക്കാളും നമ്മുടെ പ്രവൃത്തികളാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. നമ്മളെ കുട്ടികളെ അറിയുക, കുട്ടികളെ ഭാവനകളെ അറിയുക, അവരുടെ മനസ്സിനെ അറിയുക. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുക, അവരോടൊപ്പം നിൽക്കുക. ആ ഒരു ഐഡിയയാണ്, ആ ഒരു പാഠമാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ളത്. അപ്പം നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ വാക്കുകൾ പറഞ്ഞ് അത് ചെയ്യ് ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അവരോടൊപ്പം ഇരിക്കണം. നമ്മൾ അങ്ങോട്ട് പോയി കുട്ടി പഠിക്കാൻ അവിടെ പോയി ഇത് ചെയ്യുന്ന വഴി നമ്മൾ TV കാണുകയോ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുകയോ നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ നമ്മൾ എൻഗേജ്ഡ് ആവുകയോ ചെയ്യുന്നത് കുട്ടി അത് ശ്രദ്ധിക്കണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കുട്ടിയോടൊപ്പം ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടിക്കൊപ്പം ചിലവാക്കാൻ നമുക്ക് സമയമില്ലെന്ന് പറയുന്നത് വളരെ മോശമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്കൊരു കുട്ടിയെ ജനിപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ടി ചിലവാക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമല്ലേ? അപ്പം നമ്മൾ കുട്ടിക്ക് വേണ്ടി കുട്ടിയോടൊപ്പം ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടികളെ നമ്മളെ മനസ്സിലാക്കുക. നമ്മളല്ലാതെ പിന്നെ ആരാ അവരെ മനസ്സിലാക്കുക? അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളോടൊപ്പം ഇരിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കുക. അവരുടെ ഭാവനകൾ, അവരുടെ വികാരങ്ങൾ നമുക്ക് മുൻകൂർ നൽകാം. അതാണ് ഏറ്റവും വലുത്. അപ്പം നമ്മുടെ കുട്ടികളോടൊപ്പം നിന്ന് അവരെ നമുക്ക് ചേർത്ത് നിർത്താം, അവരെ നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം എൻ്റെ നല്ല പാരൻസിന് വേണ്ടിയാണ്. നിങ്ങളൊക്കെ നല്ല പാരൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ മക്കളോടൊപ്പം ചിലവഴിക്കാൻ, നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു ഓൾ മൈ ഡിയേഴ്സ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിൻ്റെ തുടരെ കണ്ടിന്യൂസ് ഓരോ ടിപ്സുമായിട്ട് ഇനിയും അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾക്കും എൻ്റെ സ്നേഹം നൽകുന്നു. നിങ്ങളുടെ സ്വന്തം ദിവ്യ സജിത് ഫ്രം ദിവൂസ് ഹാപ്പിനെസ് ഹബ്. താങ്ക് യു ഓൾ.